നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. 10-35ഓളം വർഷങ്ങൾക്ക് മുൻപ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ശ്രീ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയ 20-ാം നൂറ്റാണ്ട് എന്ന സിനിമയിൽ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗാണിത്. 3.5 പതിറ്റാണ്ടുകൾക്ക് ശേഷവും കാര്യങ്ങൾക്ക് വലിയ മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴും നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിൽ ലഹരി മാഫിയകൾ പിടിമുറുക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവരും യുവാക്കളുമെല്ലാം ലഹരിയുടെ പിടിയിൽ അമരുന്നുണ്ട്. ഈ ചർച്ചകൾ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം നാം കാണുകയുണ്ടായി. എന്നാൽ അത് രാഷ്ട്രീയപരമായ ഒരു വിലപേശലിനും രാഷ്ട്രീയപരമായ മുതലെടുപ്പിനും മാത്രമാണ് ഇടവരുത്തിയത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നുള്ള വിളി നമ്മളെല്ലാവരും ചർച്ച ചെയ്തു. എന്നാൽ കാതലായ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ചർച്ചകൾ എത്തിയിട്ടില്ല. എന്തൊക്കെയാണ് നാം ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ? എന്തിനെല്ലാമാണ് നാം പരിഹാരം കാണേണ്ടത്? ആർക്കെല്ലാം ഇതിൽ സഹായിക്കാൻ സാധിക്കും? ലഹരി മാഫിയകളുടെ നിരന്തരമായ കടന്നുകയറ്റം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് തർക്കമറ്റ ഒരു വസ്തുതയാണ്. സമീപകാലത്തായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിൽ പല ദിവസങ്ങളിൽ പല സാഹചര്യങ്ങളിലുണ്ടായിട്ടുള്ള ലഹരി മരുന്നുകളുടെ ഉപയോഗവും അതിൻ്റെ ലഭ്യതയും അത് ഉപയോഗിച്ചതിന് ശേഷമുള്ള അക്രമവാസനകളും വീട്ടുകാരെ പോലും കൊല്ലാൻ മടിക്കാത്ത യൗവനവും കൗമാരവുമൊക്കെ നമ്മുടെ മുന്നിൽ ഉണർത്തുന്നത് വലിയ ചോദ്യചിഹ്നങ്ങളാണ്. എന്തെല്ലാമാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക? ലഹരി മരുന്നുകളുടെ ലഭ്യത കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു പടി. അത് സർക്കാർ തലത്തിലെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ലഹരി സംലഭ്യമാക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുവാൻ ഉത്തരവാദിത്വപ്പെട്ടവർക്ക് സാധിക്കണം. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലഹരിയുടെ അടിമത്തത്തിൽ കഴിയുന്നവർക്ക് പുനരധിവാസത്തിനുള്ള ശ്രമങ്ങൾ തുടരുക എന്നുള്ളത്. ലഹരിയുടെ അടിമത്തത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരാൾക്ക് ഒരുപക്ഷെ സ്വന്തം ശക്തി കൊണ്ട് തിരിച്ചു വരാൻ, മടങ്ങി സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ 18 വയസ്സിന് താഴെ ലഹരിയുടെ അടിമത്തത്തിലേക്ക് കൂർപ്പുകുത്തിയവർക്ക് പുനരധിവാസത്തിനായി എത്ര കേന്ദ്രങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ആകെയുള്ളത് 2 കേന്ദ്രങ്ങൾ മാത്രമാണ്. കേരള സർക്കാരിൻ്റെ സാമൂഹിക ക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ 2021 വർഷം ഏപ്രിൽ മാസത്തിലാണ് ഈ കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചത്. ഈ 2 കേന്ദ്രങ്ങളും, ഒരു കേന്ദ്രം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ കുറുമ്പനാടത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന സമൃദ്ധ എന്ന സെൻ്ററാണ്. അത് 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ പുനരധിവാസത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. രണ്ടാമത്തേത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിൽ അങ്കമാലിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയുള്ള സ്ഥാപനമാണ്. മറ്റൊരു സ്ഥാപനവും കേരളത്തിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ലഹരി വിമുക്ത ചികിത്സയ്ക്ക് വേണ്ടി ഇല്ല എന്നുള്ളത് നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം ഈ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ട സമയത്ത് ഏകദേശം 19 ലക്ഷത്തോളം രൂപ ഗ്രാൻഡായി അനുവദിച്ചിരുന്നു. ഈ സ്ഥാപനങ്ങളെ നിലനിർത്തേണ്ടത് സമൂഹത്തിൻ്റെ എന്നതുപോലെ ഈ സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. എന്നാൽ കഴിഞ്ഞ 4 വർഷങ്ങളുടെ പ്രവർത്തനത്തിൽ സമൃദ്ധ എന്ന സ്ഥാപനത്തിന് വേണ്ടി മാത്രം 1.5 കോടിയോളം രൂപ ചങ്ങനാശ്ശേരി അതിരൂപത മുടക്കിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയായ ചാസിൻ്റെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. 164ഓളം കുട്ടികളെ അവിടെ നമുക്ക് ലഹരി പുനരധിവാസ പ്രവർത്തനങ്ങളിലൂടെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ചെലവുകളും, അവിടെ ജോലി ചെയ്യുന്നവരുടെ എല്ലാ ചെലവുകളും, ഇവരുടെ താമസം, ഭക്ഷണം, ചികിത്സ എന്നിവയ്ക്കുള്ള എല്ലാ ചെലവുകളും ആരാണ് വാസ്തവത്തിൽ വഹിക്കേണ്ടത്? അതിൽ മറ്റുള്ളവർക്ക് സഹായിക്കാൻ സാധിക്കില്ലേ? സർക്കാരിന് സഹായിക്കാൻ സാധിക്കില്ലേ? തുടർന്ന് ഗ്രാൻഡ് അനുവദിക്കേണ്ടതല്ലേ? ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ തുറക്കുക എന്നുള്ളത് ഇന്നിൻ്റെ ഒരാവശ്യമാണ്. വിദ്യാഭ്യാസം നൽകുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി
മാനസിക ആരോഗ്യവും അതേപോലെ തന്നെ ലഹരി വിമുക്ത കേന്ദ്രങ്ങളുമൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളായി മാറിക്കഴിഞ്ഞു. കാരണം നമ്മുടെ ചെറുപ്പക്കാരിലേക്ക്, നമ്മുടെ കൗമാരക്കാരിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക് അത്രയധികം ലഹരിയുടെ നീരാളിപ്പിടുത്തം ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞു. ഈ സമൂഹത്തെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാകേണ്ടതാണ്. സിനിമകളെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. എന്നാൽ സിനിമകളെ കുറ്റം പറയാതിരിക്കാനും നിവൃത്തിയില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ അക്രമവാസനയും ലഹരിയുടെ ഉപയോഗവുമൊക്കെ സാമാന്യവൽക്കരിക്കുന്നതിൽ സിനിമകളും അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളുമൊക്കെ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ മലയാള സിനിമയെ മാത്രം നിരോധിച്ചാൽ ഇതിന് ഒരു പരിഹാരമാവില്ല. കാരണം കെമിസ്ട്രി അധ്യാപകൻ ഒരു ലഹരി നിർമ്മിക്കുന്നതിന് തുടക്കമിടുന്ന ബ്രേക്കിംഗ് ബാഡ് പോലെയുള്ള വെബ് സീരീസുകളും, അല്ലെങ്കിൽ ലോകപ്രശസ്തരായിട്ടുള്ള ലഹരി കടത്തുകാരെ കേന്ദ്ര കഥാപാത്രമാക്കി കൊണ്ടുവരുന്ന പൗളോ എസ്കബാറിനെ പോലെയുള്ളവരെ കേന്ദ്ര കഥാപാത്രമാക്കി കൊണ്ടുവരുന്ന നാർക്കോ പോലെയുള്ള വെബ് സീരീസുകളുമൊക്കെ ഇൻ്റർനെറ്റിൽ അവൈലബിളാണ്. ഇതൊക്കെ കണ്ടുവരുന്ന കുട്ടികൾ എങ്ങനെയാണ് ലഹരിയിലേക്ക് കൂപ്പുകുത്താതിരിക്കുക? എങ്കിലും നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക്, നമ്മുടെ സിനിമാ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മാതൃകയാക്കിയെടുക്കാവുന്ന ഒരു വ്യക്തിയാണ് സച്ചിൻ തെണ്ടുൽക്കർ. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ പീക്ക് ടൈമിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പുകയില, മദ്യം എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള ഓഫറുകൾ വലുതായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരിക്കലും അങ്ങനെയുള്ള ഓഫറുകൾ സ്വീകരിച്ചില്ല. തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള പരസ്യങ്ങളിൽ അഭിനയിക്കില്ല എന്ന് അദ്ദേഹം ശപഥം ചെയ്തു. കുറേയധികം കാലഘട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ ഒരു സ്റ്റിക്കർ പോലും ഒട്ടിക്കാതെയാണ് അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചത്. ഇതൊക്കെ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു ഉദാഹരണമാണ്. ഞാനിനി ഇത്തരത്തിൽ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളിൽ അഭിനയിക്കില്ല എന്ന് എന്തുകൊണ്ട് നമ്മുടെ സിനിമാ നടന്മാർക്ക് തീരുമാനമെടുത്തുകൂടാ? സിനിമാ മേഖലയെ മാത്രം ശുദ്ധീകരിച്ചതുകൊണ്ട് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാനാവില്ല. മറിച്ച് നിരന്തരമായ ബോധവൽക്കരണം, പ്രത്യേകിച്ച് ഏറ്റവും ചെറിയ പ്രായം മുതൽ തന്നെ കൃത്യമായ ബോധവൽക്കരണം നടത്തുവാൻ നമുക്ക് സാധിക്കണം. എന്തുകൊണ്ട് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇതിനെതിരെ കൂട്ടായ പ്രവർത്തനത്തിനും പരിശ്രമത്തിനും നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല? അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ലഹരി പുനരധിവാസ കേന്ദ്രങ്ങളെ സഹായിക്കുക എന്നുള്ളത്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്, സമൃദ്ധ പോലെയുള്ള സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഓരോ ദിവസവും ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വമായി, ഒരു ഭാരിച്ച സാമ്പത്തിക ക്ലേശമായി പലരെയും ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ഉത്തരവാദിത്വപ്പെട്ടവരെ. അങ്ങനെയുള്ളവരെ കൺതുറന്ന് കാണുവാനും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുവാനും എന്തുകൊണ്ട് പൊതുസമൂഹത്തിന് ഉണർന്നെണീറ്റുകൂടാ? നമ്മൾ ഓരോരുത്തരും ലഹരിക്കെതിരെ ആയുധമെടുക്കേണ്ടത് നമ്മാലാവും വിധമാണ്. ഒരുപക്ഷെ ഇങ്ങനെ ലഹരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ലഹരി വിതരണം ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങളെപ്പറ്റി നമുക്കറിയാവുന്ന വാർത്തകൾ കൃത്യമായി അറിയിക്കേണ്ടവരെ അറിയിച്ചുകൊണ്ടും ലഹരി പുനരധിവാസത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ നമ്മാലാവും വിധം സഹായിച്ചുകൊണ്ടും ലഹരിയിലേക്ക് കൂപ്പുകുത്താതിരിക്കുവാൻ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലുള്ളവരെ കൃത്യമായി ഓരോ സമയത്തും ഓരോ പ്രായത്തിലും സഹായിക്കുവാനും നമുക്ക് സാധിക്കണം. ക്യാച്ച് ദം യങ് എന്നുള്ളത് മാവോ സേതുങ്ങിൻ്റെ ഒരു ആപ്തവാക്യമായിരുന്നു. അത് നമ്മുടെ സമൂഹത്തിലും പ്രാവർത്തികമാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മുടെ കുട്ടികളെ ചെറുപ്രായം മുതൽ തന്നെ ചിട്ടയായ രീതിയിൽ ശരിയായ മാർഗത്തിൽ വളർത്തേണ്ടത് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പൊതുസമൂഹത്തിൻ്റെയും സഭയുടെയും എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ആർക്കും ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും കൈകഴുകി മാറി നിൽക്കാൻ സാധിക്കില്ല. അതിന് നാം എല്ലാവരും ഒന്നു ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യേണ്ടതുണ്ട്. കുടുംബങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാതാപിതാക്കൾ ചെയ്യേണ്ടതുണ്ട്. അധ്യാപകർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതുണ്ട്. പൊതുസമൂഹം ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതുണ്ട്. വിപണക്കാരും വിൽപ്പനക്കാരുമൊക്കെ അവർക്ക് ചെയ്യാവുന്ന, ലഹരി ഞാനിനി വിൽക്കില്ല എന്നുള്ള തീരുമാനം ഒരുപക്ഷെ ഏത് വിൽപ്പനക്കാരനും എടുക്കാവുന്ന ഒരു സാമാന്യമായ തീരുമാനമാണ്. ഇത്തരത്തിൽ പൊതുവായ ഒരു പരിശ്രമത്തിലൂടെ നമ്മുടെ യുവജനതയെ, നമ്മുടെ കൗമാരക്കാരെ, നമ്മുടെ വിദ്യാർത്ഥികളെയൊക്കെ വീണ്ടും നന്മയുടെ വഴിയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് പരിശ്രമിക്കാം.